മന്ത്രി സജി ചെറിയാന്റെ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം വളരെ ശക്തമാണ്. ഈ പ്രതിഷേധം, ഈ പ്രസംഗം ഒക്കെ വിവാദമായതോടെ വിശദീകരണവുമായി ഇന്ന് സജി ചെറിയാൻ രംഗത്ത് വന്നുവെങ്കിലും പരാമർശം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രസ്താവന അപകടകരമെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പരാമർശമെന്നും കോൺഗ്രസ് ആരോപിക്കുമ്പോൾ പരാമർശത്തിൽ CPM-ലും അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ പാർട്ടിയെ ഒരുപാട് തവണ കുരുക്കിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് സജി ചെറിയാൻ എന്നറിയാം. എങ്ങനെയാണ് ഇതിലെ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്നലെ NSS SNDP ഐക്യം സംബന്ധിച്ച വാർത്തകൾ സജീവമായി കേരളം ചർച്ച ചെയ്യവെയാണ് സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയത്. NSS SNDP സഹകരണം CPM-ന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളാണ് വലിയ വിവാദമായി മാറിയത്. അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്നതായിരുന്നു ആ വിവാദ പരാമർശം. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നവരുടെ പേര് വായിച്ചു നോക്കൂ. സമുദായത്തിന് ഭൂരിപക്ഷമില്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. RSSന്റെ മറുഭാഗം പറയുന്നത് മുസ്ലിം ലീഗ് ആണെന്നും അവർ ഒരു വിഭാഗത്തെ വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുമൊക്കെ സജി ചെറിയാൻ ആരോപിച്ചിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPM-നെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടത്തുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് നിർത്തുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി കിട്ടിയത് ഒരു സീറ്റാണ് CPM-ന്. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹം നടത്തിയ വിശദീകരണം, ഇന്ന് അദ്ദേഹം നടത്തിയ വിശദീകരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്ലേ ചെയ്ത ബൈറ്റ് മാറിപ്പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാകുന്നു. അതോടെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി മാധ്യമങ്ങൾ എത്തിയത്. അപ്പോൾ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ഇന്നും ചെയ്തത്. താൻ ഇന്നലെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് കണക്കുകൾ നിരത്തി വിശദീകരിക്കാനാണ് സജി ചെറിയാൻ ശ്രമിച്ചത്. മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ BJP-യുമാണ് ജയിക്കുന്നത്. ഈ സാഹചര്യം ഉണ്ടാകരുത് എന്ന കാര്യമാണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. RSSകാർ ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ലീഗ് രാഷ്ട്രീയത്തെയാണ് താൻ തുറന്നു കാട്ടാൻ ശ്രമിച്ചതെന്നും സജി ചെറിയാൻ പറഞ്ഞു. പ്രസ്താവന വളച്ചൊടിച്ചെന്നും അതിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നു എന്നും പറഞ്ഞ മന്ത്രി മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ ക്ഷോഭിച്ച് പോവുകയാണ് ഇന്നുണ്ടായത്. അപ്പോ ഇന്നും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നാക്കുപിഴയാണ് സംഭവിച്ചതെങ്കിൽ അതിൽ ആ രീതിയിൽ പ്രതികരിക്കാതെ അതിനെ ന്യായീകരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് അദ്ദേഹം കരുതിക്കൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മന്ത്രി നടത്തിയ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വീണ്ടും ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് ഈ പരാമർശങ്ങളെന്ന് VD സതീശൻ പറയുന്നു. ആദ്യം AK ബാലൻ, ഇപ്പോൾ സജി ചെറിയാൻ ഇരുവരുടെയും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ആപത്കരമായ പ്രസ്താവനകളാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയെന്ന സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. അതിന് മുഖ്യമന്ത്രി കുടപിടിക്കാൻ ശ്രമിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പം എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം?
ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയ രാഷ്ട്രീയത്തിന് CPM ശ്രമിക്കുന്നു എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതിനോട് പ്രതികരിച്ചത്. പാർട്ടി നിലപാടാണോ എന്ന് CPM വ്യക്തമാക്കണം എന്നതുകൂടി KPCC അധ്യക്ഷൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും ഇതിനു മുൻപ് AK ബാലൻ നടത്തിയ പ്രഖ്യാപനങ്ങളുമെല്ലാം വളരെ ബോധപൂർവ്വം നടത്തുന്നതാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിനും വാക്കിനും യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ CPM നേതാക്കന്മാർ തയ്യാറാകണം. ഇത് CPM പാർട്ടിയുടെ നിലപാടാണോ എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും വ്യക്തമാക്കണം. അപ്പോൾ AK ബാലന്റെ പ്രസ്താവന, അതിന് പിന്നാലെ ഉണ്ടായ സജി ചെറിയാന്റെ പ്രസ്താവന, ഇത് ഒരു തുടർച്ചയാണ് എന്ന കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ പറയാൻ ശ്രമിച്ചത്. അപകടകരമായ പ്രസ്താവനയാണ് സജി ചെറിയാൻ നടത്തിയതെന്ന് രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാട്ടി. വർഗീയ ധ്രുവീകരണമാണ് CPM അജണ്ടയെന്നും തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമാണ് ചെന്നിത്തല പങ്കുവച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുക. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം. ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അത് CPMന്റെ ഒരു അജണ്ടയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. പരിപൂർണ സംഘപരിവാർ അവസ്ഥയിലേക്ക് CPM മാറി എന്നതിന്റെ തെളിവാണ് സജി ചെറിയാന്റെ വാക്കെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. BJP പോലും ഇങ്ങനെ പറയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ലീഗിനെതിരായ വിവാദ പ്രസ്താവനയിൽ ആണ് K മുരളീധരന്റെ ഈ പ്രതികരണം വരുന്നത്. ഇന്ന് BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഏതാണ്ട് ഒരേ സ്വരമാണ്. അതിന്റെ ഉദാഹരണമാണ് ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. ഇന്ന് അദ്ദേഹം അതിനെ വീണ്ടും ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് 22 മുസ്ലിങ്ങൾ വിജയിച്ചു, 12 ഹിന്ദുക്കൾ വിജയിച്ചു. വിജയിച്ച 22 മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരും, വിജയിച്ച 12 ഹിന്ദുക്കൾ BJPക്കാരുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ 23-ാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം സജി ചെറിയാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്സാരനാണ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ മോഡി സജി ചെറിയാനെ ചിലപ്പോൾ അഭിനന്ദിക്കുമായിരിക്കും. കാരണം RSS പോലും പറയാത്ത വർഗീയതയാണ് പിണറായി സർക്കാരിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ എന്തുമാത്രം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. അപ്പോൾ ലീഗിനെതിരെയാണ് സജി ചെറിയാൻ ഈ വാക്കുകളിലൂടെ ഉന്നമിട്ടത്. അപ്പോൾ ലീഗ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു. വർഗീയ ധ്രുവീകരണം ലീഗിന്റെ ലക്ഷ്യമല്ല എന്നതാണ് സജി ചെറിയാന് ലീഗ് നൽകുന്ന മറുപടി. സജി ചെറിയാനെ പോലെ ഇത്രയും വലിയ വർഗീയത ആരും പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. സജി ചെറിയാൻ ലീഗിനെ കുറിച്ച് ആദ്യം പഠിക്കണമെന്നും ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പ്രചരണമാണ് സജി ചെറിയാൻ നടത്തിയതെന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചുവെന്ന് എന്നെ നെല്ലിക്കുന്ന് MLAയും ചൂണ്ടിക്കാട്ടി. സംസ്കാരശൂന്യമായ പ്രതികരണമാണ് ഉണ്ടായത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണം. തൊഗാഡിയയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും നാവ് കടമെടുത്താണ് സജി ചെറിയാൻ പ്രതികരിക്കുന്നതെന്നാണ് എന്നെ നെല്ലിക്കുന്ന് ഇക്കാര്യത്തിൽ പറഞ്ഞത്.
തൊഗാഡിയ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ തൊഗാഡിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാവ് ശ്രീ സജി ചെറിയാൻ കടമെടുത്തിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരു സംസ്കാര ശൂന്യമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രിയുടെ പ്രതികരണം നാടിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കുന്നതെന്നും മതവും സമുദായവും നോക്കിയാണ് വോട്ടിംഗ് എന്ന പ്രസ്താവന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണെന്നും ഉള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണം പാർട്ടി നിലപാടാണോ എന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കണം. ഉത്തരേന്ത്യയിൽ കേട്ടുകേൾവിയുള്ള മതപരമായ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നുമാണ് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ഇക്കാര്യത്തിൽ പറയുന്നത്. സമസ്തയും അതിശക്തമായ വാക്കുകളിൽ സജി ചെറിയാനെതിരെ രംഗത്തു വരുന്നു എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണുന്നത്. മലപ്പുറം, കാസർഗോഡ് ജില്ലയിലൊക്കെ വിജയിച്ചു വന്നവരുടെ പേര് നോക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില ന്യായീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇത് കേവല രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാൾ അപ്പുറം നമ്മുടെ നാടിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തുന്ന, അതോടൊപ്പം സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ്. ഭരണഘടന വകവെച്ച് നൽകുന്ന സാമൂഹ്യ നീതിക്കെതിരാണ് ഇന്ന് മന്ത്രി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശം. വെള്ളാപ്പള്ളി നടേശനാണ് ഇത്തരം പരാമർശങ്ങളോട് തുടക്കം കുറിച്ചത്. പിന്നീട് ആ ഭാഷയിൽ AK ബാലൻ സംസാരിച്ചു. ഇപ്പോൾ മന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. അപ്പോൾ സജി ചെറിയാൻ വളരെ വിവാദമാകുന്ന ഒരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം പിന്നെയും അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നു. അത് വിശദീകരിക്കാൻ കുറെ കണക്കുകൾ നിരത്തുന്നു. ഇത് CPM-ന്റെ അറിവോടെയാണോ സജി ചെറിയാന്റെ ഈ പരാമർശം? CPM-ന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? അതാണല്ലോ ഏറ്റവും പ്രസക്തമായ കാര്യം. പക്ഷേ CPM-ൽ ഈ വിവാദ പരാമർശത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ അതൃപ്തി ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ അതിൽ ആശയക്കുഴപ്പങ്ങൾ CPM-നുള്ളിൽ ഉണ്ട് എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണ് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ. AK ബാലന്റെ പരാമർശങ്ങളോടും MV ഗോവിന്ദന്റെ പ്രതികരണം ഈ രീതിയിലായിരുന്നു. കൃത്യമായ മറുപടി ഇല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചിട്ടുള്ളത്. ഈ വിവാദ പരാമർശത്തിൽ പക്ഷേ സജി ചെറിയാനെ തള്ളിപ്പറയാതെയാണ് മന്ത്രി V ശിവൻകുട്ടി അതിനോട് പ്രതികരിച്ചത്. സജി ചെറിയാൻ അത്തരമൊരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം, അങ്ങനെ വാർത്ത വന്നത് അതുകൊണ്ടാകാം എന്നതാണ് V ശിവൻകുട്ടി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സജി ചെറിയാന്റെ ഭാഗം കൂടി കേൾക്കട്ടെ എന്നതൊക്കെയാണ് അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതേസമയം മതനിരപേക്ഷതയുടെ കരുത്തുറ്റ തുരുത്തായി കേരളം നിലനിൽക്കുകയാണ് എന്ന് ഇതേ ദിവസം തന്നെ മുഖ്യമന്ത്രി പറയുകയാണ്. അതിന് അടിത്തറയിട്ടത് ഈ രീതിയിലേക്ക് രൂപപ്പെടാൻ ആഹ്വാനം ചെയ്തതും ശ്രീനാരായണ ഗുരുവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊല്ലത്ത് ആശ്രാമത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഗുരുവിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ വ്യത്യസ്തമായ ഒരു തുരുത്തായി കേരളം നിലകൊള്ളുന്നു. മതനിരപേക്ഷതയുടെ കരുത്തുറ്റ തുരുത്തായി കേരളം നിലനിൽക്കുന്നു. ഇതിന് ദൃഢമായ അടിത്തറയിട്ടതും ഈ രീതിയിലേക്ക് കേരളത്തെ രൂപപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതും ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും ശ്രീനാരായണ ഗുരുവാണ്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും
സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ കേരളത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. തീർച്ചയായും മുഖ്യമന്ത്രി പറയുന്നത് പോലെ അത്തരത്തിലുള്ളൊരു തുരുത്താണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം. ശാന്തിയോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഇടമാണ് ഇന്നും കേരളം എന്ന് മുഖ്യമന്ത്രി പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് അതുപോലെ തന്നെ നിലനിൽക്കണമെന്നാണ് ഓരോ മലയാളികളുടെയും ആഗ്രഹം. അവിടെയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. നേരത്തെ മുൻ മന്ത്രി എ.കെ. ബാലൻ നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയാണ്. വിവാദ പ്രസ്താവനയുടെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സജി ചെറിയാൻ. സജി ചെറിയാനെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളുമോ കൊള്ളുമോ? അതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നത്.